കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയ്ക്ക് ശേഷം ഹർഷാദ് എഴുതി മുഹിഷിൻ ഡയറക്റ്റ് ചെയ്ത അടുത്ത പടം വള ദ സ്റ്റോറി ഓഫ് എ ബാങ്കിൾ. ഒരു വളയും ആ വളയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമ മൊത്തത്തിൽ പറയുന്നത്. ലുക്മാൻ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷത്തിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് അബു സലീം പുള്ളിയുടെ ക്യാരക്ടർ ഒരു പ്രൈമറി കേസിലെ വിറ്റ്നസ്സാണ്. അപ്പോൾ പുള്ളിക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറാണ് ലുക്മാൻ ചെയ്തിട്ടുള്ളത്. ലുക്മാൻ്റെ വൈഫായിട്ട് വന്നിട്ടുള്ളത് ശീതൾ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ നാട്ടിൽ നിലയും വിലയൊക്കെ ഉള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് വന്നിട്ടുള്ളത്. പുള്ളിയുടെ വൈഫായിട്ട് രവീണ രവി, നമ്മുടെ ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ മകളായിട്ടുള്ള പുള്ളിക്കാരി. പിന്നെ വിജയരാഘവൻ, ശാന്തി കൃഷ്ണ ഇവരാണ് രണ്ട് പ്രധാന ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ലുക്മാൻ്റെ ക്യാരക്ടറിൻ്റെ സുഹൃത്തായിട്ട് നവാസ് പള്ളിക്കുന്ന് വരുന്നുണ്ട്. ഇവരുടെ സീനിയർ ഓഫീസറായിട്ട് അർജുൻ രാധാകൃഷ്ണൻ വന്നു. പിന്നെ ഗോവിന്ദ് വസന്ത, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ഇതിലൊരു വില്ലൻ്റെ റോള് ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങിയ സമയത്ത് ഒരു ആനിമേഷൻ മൂഡിൽ ഈ വളയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ആ ഹിസ്റ്ററി നല്ല പവർഫുള്ളായിട്ട് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് കയറിയപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസോ ഇമ്പോർട്ടൻസോ ഒന്നും ആ വളയ്ക്ക് സിനിമയുടെ കഥയിൽ ഉണ്ടായില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നത്. ഒരു വള അല്ലെങ്കിൽ ഇതുപോലൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടൊരു കഥ പറയുന്ന സമയത്ത് അതിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് അതിലെ ക്യാരക്ടേഴ്സും അതിൽ നടക്കുന്ന ഇൻസിഡൻസും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എന്നാലേ നമുക്കതിലൊരു എൻഗേജിങ് ആയിട്ട് ആ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് വന്ന സമയത്ത് അത് തുടക്കത്തിലെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായി എന്നുള്ളൊരു തോന്നലാണ് വന്നത്. പടം ത്രൂ ഔട്ട് ഈ ഒരു ക്യാരക്ടേഴ്സും ഇൻസിഡൻസും ഇവൻസും എല്ലാം ഭയങ്കര ഇമ്മച്ചുവറായിട്ടാണ് ഫീൽ ചെയ്തത്. അവർക്കൊന്നും പിന്നെ ആവശ്യമില്ലാത്ത കുറേ ആക്ഷൻ സീക്വൻസുകൾ, കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒട്ടും എൻഗേജിങ് അല്ലാതെയാണ് വള പടം തുടങ്ങി അവസാനിച്ചത്. മ്യൂസിക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പുള്ളി ഇതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. മ്യൂസിക് സൈഡ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സ്കോറുകൾ, കാര്യങ്ങൾ, പാട്ടുകളായാലും ഒരുപാട് സിംഗേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിത്ര ചേച്ചിയൊക്കെ പാടിയൊരു പാട്ടൊക്കെ ഉണ്ട്, കൊള്ളായിരുന്നു. മൊത്തത്തിൽ മ്യൂസിക് സൈഡ് നല്ലൊരു അനുഭവമായിരുന്നു സിനിമയുടെ. ബാക്കി ടെക്നിക്കൽ പരിപാടികളൊക്കെ, ക്യാമറ, എഡിറ്റിങ് സംഗതികളൊക്കെ സിനിമയോട് നീതി പുലർത്തിയിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് കയ്യടി പ്രതീക്ഷിച്ചിട്ടാണോ ഒന്നും അറിയില്ല. ട്രെയിലറിലൊക്കെ കണ്ട പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോനെയും മെസ്സിനെയൊക്കെ വെച്ചിട്ടൊരു പരിപാടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊട്ടും ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിന് പറ്റിയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ സിനിമയ്ക്കും ഡിസപ്പോയിൻമെൻ്റ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും തരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.